ഹായ് ഗൈസ്, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഹൈദരാബാദിലെ ബാഹുബലി സെറ്റിലായ വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഹൈദരാബാദ് വന്നിട്ടുണ്ടെങ്കിൽ ബാഹുബലി സെറ്റ് കാണാതെ നമുക്ക് തിരിച്ചു പോകാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. എന്നെ സംബന്ധിച്ച് ഹൈദരാബാദ് വരാനുള്ള മെയിൻ പർപ്പസ് എന്ന് പറഞ്ഞാൽ അത് ബാഹുബലി സെറ്റ് കാണുക എന്നുള്ളത് മാത്രമായിരുന്നു. മഹിഷ്മതി കോട്ടയുടെ മുൻവാതിലൂടെ അകത്തേക്ക് കയറുമ്പോഴുള്ള രോമാഞ്ചം പറഞ്ഞറിയിക്കാൻ വയ്യ. അത്രമാത്രം എക്സൈറ്റഡ് ആയിരുന്നു ഞാൻ. മഹിഷ്മതി കോട്ടയുടെ വാതിലൊക്കെ തുറന്ന് നമ്മൾ അകത്തേക്ക് കയറുമ്പോൾ തന്നെ ബാഹുബലിയിലെ സോങ്സും അതിൻ്റെ ടോണൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമ്മൾ വളരെയധികം ത്രില്ഡ് ആവും കേട്ടോ. ഇനി മുന്നോട്ട് ഇങ്ങനെ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എല്ലാവരും അതുപോലെ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല തിരക്കുണ്ട് കേട്ടോ. ബാഹുബലി സെറ്റ് കാണാനായിട്ട് ആൾക്കാരെല്ലാവരും ഫോട്ടോസ് എടുക്കാനൊക്കെ ആണെങ്കിൽ നിരവധി ആൾക്കാരാണ്. അതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു. ബാഹുബലി മൂവി കണ്ടാൽ നമുക്ക് ഒരിക്കലും ചിന്തിക്കാനാവത്തില്ല ഈ ഒരു സെറ്റിനുള്ളിലാണ് മഹിഷ്മതിയെ രൂപീകരിച്ചതെന്ന് തോന്നുമ്പോൾ അത്രയധികം ആണ് അതിൻ്റെ എഫേർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാറിനെ നമുക്ക് എത്ര അപ്രീഷിയേറ്റ് ചെയ്താലും മതിയാവില്ല. അതുപോലെയായിരുന്നു ആ ഒരു മൂവി. ബാഹുബലി ആരാധകരുണ്ടെങ്കിൽ ഒരിക്കലും മിസ് ചെയ്യാൻ പറ്റാത്തൊരു പ്ലേസാണ് നമ്മുടെ ഈ ഫിലിം സിറ്റിയിലെ ബാഹുബലി സെറ്റ്. ഞങ്ങൾ ഏറെ വൈകിയാണ് ഇവിടെ എത്തിയത്. ഇനിയും ഇവിടെ പോവാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ പോയി കാണുക, ഒരിക്കലും മിസ്സാക്കരുത്. നമ്മുടെ ബാഹുബലി രഥമാണ് ഈ കാണുന്നത്. ഈ രഥം വലിക്കാനായിട്ടൊരു നീണ്ട തിര തന്നെ ഉണ്ടാകും കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. പിന്നെ മാഷും ഉണ്ടായിരുന്നു. ഞങ്ങൾ പിന്നെ വെയിറ്റ് ചെയ്തു. നമുക്കൊരു ഫോട്ടോ എങ്കിലും എടുക്കണമല്ലോ, അതൊരു ആഗ്രഹമാണല്ലോ. ആഗ്രഹം സാധിക്കാതെ പോരാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് ഫോട്ടോ എടുത്തിട്ട് തന്നെയാണ് അവിടെ നിന്ന് പോകുന്നത്. മതം പൊട്ടി വരുന്ന ആന, ഭയന്ന് ഓടുന്ന ആൾക്കാർ, അതിനിടയിൽ വാതിൽ തുറന്ന് രഥം വലിച്ചുകൊണ്ട് ബാഹുബലി വരുന്നു. ആനയുടെ മസ്തനിട്ട് ഒറ്റയടി. ഇവിടെ കാണുന്ന ഓരോ ലൊക്കേഷനും കാണുമ്പോൾ ബാഹുബലി മൂവിയിലെ അതേ സീൻസ് നമ്മുടെ മനസ്സിലേക്ക് ഓടി ഓടി വരും.
ഇതാണ് നമ്മുടെ സിംഹാസനം. ഈ സിംഹാസനത്തിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് നീണ്ട ക്യൂ തന്നെയായിരുന്നു കേട്ടോ. ആ ക്യൂവിൽ ആകാംക്ഷ മൂത്ത് ഞങ്ങളും കുറച്ചു നേരം നിന്നു. ഒരു ഇച്ചിരി നേരമൊക്കെ നിന്നു. എന്നിട്ടും നടപടിയൊന്നുമില്ല എന്ന് കണ്ടപ്പോൾ ഞങ്ങൾ അടുത്ത സ്ഥലത്തോട്ട് നീങ്ങി. സിനിമ ഇറങ്ങി ഇത്രയധികം വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഈ തിക്കും തിരക്കും നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് രാജമൗലിയുടെ വിജയവും. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ ബാഹുബലി സെറ്റിനോട് വിട വാങ്ങിയാണ്. ബാഹുബലി സെറ്റിൽ നിന്നും ഇനി അടുത്ത ലൊക്കേഷനിലുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. അതുപോലെ തന്നെ ഇതുവരെ ബാഹുബലി സെറ്റ് കാണാൻ പോകാത്തവരുണ്ടെങ്കിൽ മാക്സിമം നിങ്ങൾ പോകാനായിട്ട് ശ്രമിക്കുക. പോയവരുണ്ടെങ്കിൽ ഞങ്ങളുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് അതിന് കമൻറ്റ് ഇടുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.